Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, everything strength കുറവാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? കുറച്ചുപേരൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനില് ഏകദേശം എന്താണ് HRM എന്ന് പറയുന്ന മീനിങ്, കൺസെപ്റ്റ്, ദെൻ മെയിൻ ആയിട്ട് നമ്മൾ 4 മോഡൽസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ദെൻ അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയോ നിങ്ങള്? പഠിച്ചോ? അല്ലെങ്കിൽ നോക്കിയോന്നല്ല ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് ഓരോ ദിവസം എടുക്കുന്നത് നിങ്ങൾ അതനുസരിച്ചിട്ട് പഠിച്ചെടുത്തോളും. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, പഠിക്കാം. വായിച്ചു എല്ലാവരും? പഠിച്ചോന്ന് ചോദിക്കുന്നില്ല, വായിച്ചോന്നെങ്കിലും ചോദിക്കാലോ അല്ലെ? 2 ദിവസമൊക്കെ അവധിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ശനി, സാറ്റർഡേ, സൺഡേ ഒക്കെ ഹോളിഡേ ആയിരുന്നു. നോക്കിയോ? ഓക്കെ, എല്ലാവരും വായിച്ചു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമ്മള് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇനിയിപ്പോ എങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മീനിങ് എന്താണെന്ന് നോക്കി. HRM എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതില് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോമ്പൻസേഷൻ. മോക്ക് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഡെയിലി വരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പഠിച്ചു പോയിക്കോളും. 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാം. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും. ഓക്കെ, നമ്മളിത് ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കേണ്ട ആവശ്യമില്ല. അതായത് തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് പഠിച്ചു പോകുക. നമ്മൾ എക്സ്ട്രാ നമ്മൾ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസുകളും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊക്കെ വായിച്ചു പോകുക. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ടഫ് ആയിട്ട് തോന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റില് തുടങ്ങിയ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കൺസെപ്റ്റ് നമ്മൾ നോക്കി. അപ്പൊ കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു HRM എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ് അല്ലെ? തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് പറഞ്ഞു. അവരുടെ കമ്പനിയുടെ ഒരു നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എംപ്ലോയി പെർഫോമൻസ് അല്ലെ? എംപ്ലോയീസിന്റെ മാക്സിമം പെർഫോമൻസ് ആണ് അവർ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു അവർ പേഴ്സണൽ ആസ്പെക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വർക്കിനനുസരിച്ചിട്ടുള്ള അവർക്ക് റിവാർഡ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയത് 4 മോഡൽസ് ആണ്. HRMന്റെ 4 മോഡൽസ് ആണ്. പേരുകൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി ബന്ധപ്പം തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കോൺറാഡ് മോഡല്, ഹാർവേർഡ് മോഡൽ, ഗസ്റ്റ് മോഡല്, വാർവിക് മോഡല്. 4 മോഡലാണ് നോക്കിയത്. ഇനി ജസ്റ്റ് ഓരോ മോഡലിലും മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, ആദ്യത്തെ മോഡൽ നമ്മൾ പഠിച്ചത് ഫോംബ്രൺ മോഡൽ ആണ് അല്ലേ? ഫോംബ്രൺ മോഡലിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം, പ്രത്യേകം പറഞ്ഞു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. These 4 കോൺസ്റ്റിറ്റ്യൂട്ട്, അപ്പൊ ഈ കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് ഓർഗനൈസേഷനെ ഇഫക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, 4 ഫങ്ഷൻസ് ഫോംബ്രൺ മോഡലിൽ. രണ്ടാമതായിട്ട് പറയുന്ന മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഹാർവേർഡ് മോഡല്. നമ്മൾ പറഞ്ഞു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹാർവേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയില് കുറച്ച് എന്താ എക്സ്പേർട്സുകൾ, അതിൽ മെയിൻ ആയിട്ട് ലീഡർഷിപ്പ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് മൈക്കിൾ ബിയർ. 1984 ഡെവലപ്പ് ചെയ്തത്. ദെൻ അതില് 5 കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, HRM പോളിസി, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ്. അപ്പൊ ഹാർവേർഡ് മോഡലിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഓർക്കാം. 1984 മൈക്കിൾ ബിയർ ആണ് ഇത് കൊണ്ടുവന്നത്. 5 ഫാക്ടേഴ്സുകൾ. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഗസ്റ്റ് മോഡലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണത്. അത് ഡേവിഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് 1997 അത് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മൾ സ്പെസിഫിക് ആയിട്ട് ജോബ്സ് അവർക്ക് കൊടുക്കുന്നു, എംപ്ലോയീസിന് കൊടുക്കുന്നു. ദെൻ അവർക്ക് ഫിനാൻഷ്യൽ റിവാർഡ്സുകളും മറ്റു ബിഹേവിയറൽ പെർഫോമൻസിനനുസരിച്ചുകൊണ്ട് അവർക്ക് റിവാർഡ്സ്, ഇൻസെന്റീവ്സും മറ്റും കൊടുക്കുന്നു. ലാസ്റ്റ് വൺ, 4ാമത്തെ മോഡൽ നമ്മൾ പറഞ്ഞത് വാർവിക് മോഡലാണ്. വാർവിക് എന്ന് പറഞ്ഞോള് നമ്മൾ പറഞ്ഞു ഒരു
ക്രിസ് ഹെൻറി എന്ന് പറഞ്ഞ ആൻഡ്രി പെറ്റിഗ്യൂ രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് വാർവിക് യൂണിവേഴ്സിറ്റിയിലെ 1990s ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഇതൊരു അനലിറ്റിക്കൽ അപ്രോച്ച് ടു HRMന്റെ ഒരു മോഡലാണ്. അപ്പൊ വാർവിക് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരേണ്ട കാര്യം എന്താണ്? അനലിറ്റിക്കൽ അപ്രോച്ച് ടു HRM. ആ ഒരു പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു പോകണം. വാർവിക് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അനലിറ്റിക്കൽ അപ്രോച്ച്. ഓക്കെ, 4 മോഡൽസ് ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഭാഗം നോക്കിയാണ് എല്ലാവർക്കും. ഇനി ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര് ക്ലാസ് ഒന്ന് കാണാട്ടോ, റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണുക. നമ്മൾ അതിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, വായിച്ച് പഠിക്കുക. ഓക്കെ, ക്ലാസ് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നിങ്ങൾ സാഹചര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് മിസ്സായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ക്ലാസ്സിൽ വിട്ടു പോകാതെ കാണാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഇത് പറ്റി ഉറക്കത്തിലാണോ എല്ലാവരും? ഉറക്കമൊക്കെ മാറ്റി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. നോക്കാം. നെക്സ്റ്റ് വൺ, ഇപ്പൊ നമ്മൾ മീനിങ് പഠിച്ചു, കൺസെപ്റ്റ് പഠിച്ചു, മോഡൽസ് പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? നമ്മൾ അറിയാൻ പറഞ്ഞതേ ഞാനാണോ പഠിക്കുന്നത്? നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, എന്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. HRMന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു attain its goals effectively and efficiently by providing competent and motivated employees. Okay, to help organization to attain its goals effectively. ഓർഗനൈസേഷന് അതിന്റെ ഗോൾസ് ഇഫക്റ്റീവ് ആയിട്ട്, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന്. ബൈ എങ്ങനെ? providing competent and motivated employees. Competent means എന്താ? competent ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ competent person എന്നൊക്കെ പറയില്ലേ നമ്മള്. എന്താ കോമ്പിറ്റന്റ് എന്ന് പറഞ്ഞാല്? ഒരു മത്സരത്തിലൊക്കെ ജയിക്കാനും കഴിവുള്ളവര് അല്ലേ? അതായത് കോമ്പിറ്റന്റ് മീൻസ് കഴിവുള്ളവരും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ ഗോൾസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് കോമ്പിറ്റന്റ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് HRMന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ്. അല്ലെ? ഓർഗനൈസേഷനെ അതിന്റെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ എന്താ ചെയ്യുന്നത് നമ്മള്? ബൈ പ്രൊവൈഡിങ്. എന്തിലൂടെ? കോമ്പിറ്റന്റ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. കോമ്പിറ്റന്റ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. എന്തിന്? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് പോയിന്റ് ഒബ്ജക്റ്റീവ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ഇടക്കിടക്ക് ഞാൻ ചോദിക്കും ക്ലിയർ ആണോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവിലേക്ക് പോകാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, to utilize the available human resource effectively. അല്ലേ? സാധ്യമായിട്ടുള്ള, അവൈലബിൾ ആയിട്ടുള്ള, അവിടെ ലഭ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന് നല്ല രീതിയിൽ ഇഫക്റ്റീവ്ലി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന്. ഇപ്പോ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചറിയാലോ, അതിനെ നമ്മൾ വിനിയോഗിക്കുക എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയും. മറ്റൊന്നിലും മുഴപ്പിൽ പോകാതെ പഠിക്കാനുള്ള ടൈം എന്ത് ചെയ്യുക? അതിൽ വിനിയോഗിക്കുക. അപ്പോ ഹ്യൂമൻ റിസോഴ്സ്, ആ ഓർഗനൈസേഷൻസിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം ഇഫക്റ്റീവ്, ഒരു ഫലപ്രാപ്തമായിട്ടുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ടു പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഇല്ലേ? അതായത് നല്ല ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊടുക്കാറ് അല്ലേ? അതിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. സോ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോയെന്ന് വിചാരിക്കാം. ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ചെയ്തിട്ടില്ലേ? ഏതെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ആരുമില്ല ചെയ്തവര്? എല്ലാവരും സ്റ്റുഡൻസ് ആണോ? യെസ് അല്ലെ? ജാസ്മി. ഓക്കെ, ജാസ്മി ചെയ്തിട്ടുണ്ട്. വേറെ ആരും? ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്. ഇഷ. ഓക്കെ,
ചെയ്യാത്തവരുണ്ട്. കുഴപ്പമില്ല, നമ്മളിത് കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ. സോ നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ അവർ കൂടുതലായിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കും. അതിലുപരി നമുക്ക് ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അവര്, ഇല്ലേ? നമുക്ക് എക്സ്പീരിയൻസിന് അവിടെ പ്രാധാന്യം ഉണ്ടോ? ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ എക്സ്പീരിയൻസ് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്. അവര് മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തായിരിക്കും? നമ്മൾ മറ്റേതെങ്കിലും സ്ഥാപനത്തില് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഡ്മിന്റെ ഒരു പോസ്റ്റിലോട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ പോയിരിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സെയിം ഏതെങ്കിലും മറ്റു കമ്പനികളിൽ അഡ്മിൻ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കാറില്ലേ? ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫ്രഷേഴ്സ് ആണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതേ സെയിം ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് നമുക്ക് കിട്ടും, ഇല്ലേ? സോ അപ്പോ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ അവരുടെ കമ്പനിക്ക് നല്ലൊരു സ്റ്റാഫിനെ കിട്ടി എന്ന് പറയാം. സോ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നാലാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. To increase the employee satisfaction and self-actualization. To increase the employees satisfaction അറിയാലോ, സംതൃപ്തിയെ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ. എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ സ്വയം യാഥാർത്ഥ്യബോധം എന്നൊക്കെ പറയില്ലേ? അതായത് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇൻക്രീസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക എന്ന്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും? നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്? ഏതെങ്കിലും എക്സാമ്പിൾസ് പറയാമോ? പോയിന്റുകളൊന്ന് പറയാമോ? കമന്റ് ചെയ്ത് അറിയാവുന്നവരല്ല എല്ലാരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തെറ്റിപ്പോ ഒന്ന് വിചാരിച്ച് പറയാണ്ടൊന്നും ഇരിക്കണ്ട, കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അല്ലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത് എന്തിലെല്ലാം കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്? ഒന്നിലുമില്ല. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഓക്കെ, നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ? ഒന്നും വേണ്ടേ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ? ഫസ്റ്റ് ഓഫ് ഓൾ സാലറി വേണം. കൃത്യസമയത്ത് സാലറി ഡേറ്റ് കൃത്യമായിട്ടുള്ള സാലറി കിട്ടിയിരിക്കണം. വേറെ എന്തൊക്കെയുണ്ട്? സാലറി മാത്രമാണോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്? ഓൺലി സാലറി കൊണ്ടാണോ? യെസ്. ടൈം ഷെഡ്യൂള് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ഷെഡ്യൂൾ ആയിരിക്കും. ചിലപ്പോ ഓവർ ടൈമിംഗ് ഒക്കെ വരും, ഇല്ലേ? വേറെ എന്തെല്ലാം ഉണ്ട്? സാലറിയും ടൈമും മാത്രം മതിയോ? മതിയോ? എൻവയോൺമെന്റ്, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു അന്തരീക്ഷം, നല്ലൊരു പെരുമാറ്റവും നല്ല ആളുകളും നല്ല വ്യക്തികളൊക്കെ ആയിരിക്കണം, അല്ലേ? വർക്കിംഗ് പ്ലേസ് കണ്ടീഷൻ. പിന്നെ എന്തൊക്കെയുണ്ട്? കാരണം നിങ്ങൾക്ക് ആൻസർ ഒക്കെ എല്ലാവർക്കും അറിയാം. പറയാനുള്ള മടി കൊണ്ടാണോ പറയാതിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. പറഞ്ഞോളൂട്ട് നിങ്ങൾ തെറ്റിപ്പോകുമെന്ന് വിചാരിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ശരിക്കും. പക്ഷെ നിങ്ങളും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്രിസിയേഷൻസ്. വേറെ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ, അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ വെച്ചാൽ എന്താണ്? സ്വയം യാഥാർത്ഥ്യബോധം. അതായത് ഒരു കമ്പനി സ്വയം ഇന്ന കാര്യങ്ങൾ നമ്മൾ എംപ്ലോയീസിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സ്വയം യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ സാലറി കൃത്യമായിട്ട് കൊടുക്കുന്നു, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ടൈം ഷെഡ്യൂളിങ് കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു സ്വയം എന്താ പറയാ, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്വയം സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ, അതായത് യാഥാർത്ഥ്യബോധം കമ്പനിയും കൊടുക്കുന്നത്, അതുപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അഞ്ചാമത്തെ പോയിന്റ്, ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. To develop and maintain quality of work life. എന്താ വർക്ക് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? വർക്ക് ലൈഫ് അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ പെർമനന്റ് സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം വർക്കാണ് അവിടെ ലഭിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നമ്മൾ അവിടെ പെർമനന്റ് സ്റ്റാഫ് ആക്കി നിയമിച്ചു.
അപ്പൊ നമ്മളവിടെ ലൈഫ് ടൈം വർക്കാണ്. സോ നമുക്ക് തരുന്ന ആ ഒരു ലൈഫ് ടൈം വർക്കില് എപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ക്വാളിറ്റി, നമുക്ക് തരുന്ന വർക്കിലുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അതിനെ ഡെവലപ്പ് ചെയ്യുക. Then sixth one, to communicate HR policies to all employees. ഒരു ഓർഗനൈസേഷൻസിലുള്ള എല്ലാ എംപ്ലോയീസിനും HR പോളിസീസുകളെ കുറിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന്. എങ്ങനെയാണ് നമ്മുടെ പോളിസീസും പ്രൊസീജിയേഴ്സും എന്നിങ്ങനെയുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. Then last one പറയുന്നത് ഒബ്ജക്റ്റീവ്സില് to increase to fullest the employees job satisfaction and self actualization. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് എംപ്ലോയീസിന്റെ ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സെൽഫ് ആക്ച്വലൈസേഷനും വർദ്ധിപ്പിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് HR ആണ് നമ്മൾ 7 ഒബ്ജക്റ്റീവ്സ് ആണ് ഷോർട്ട് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഒരു പ്രാവശ്യം കൂടി വായിക്കണോ? വായിക്കാം, നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? സ്പീഡ് കൂടി പോകുന്നോ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ സ്പീഡ് ഓക്കെ ആണോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. സ്പീഡ് കുറക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ദെൻ അത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും നിങ്ങളും പല പല ജില്ലകളിൽ നിന്നും പല അല്ലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ നിന്നാണ്. ചിലപ്പോൾ നമ്മുടെ സ്ലാങ്ങൊക്കെ വ്യത്യാസം ഉണ്ടാകാം. നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. ആണോ? നിങ്ങൾക്ക് വ്യത്യാസം തോന്നിക്കാണെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ചിലപ്പോ ഈ ഒരു സ്ലാങ്ങിന്റെ ആ ഒരു ടോൺ അനുസരിച്ച് ഉണ്ട് അല്ലെ? നമ്മൾ സംസാരിക്കുന്നതിന് എല്ലാവർക്കും പല പല ടോൺ അല്ലേ? സോ അതിന്റെ ഒരു ഇതിലും ചിലപ്പോ ഒന്ന് സ്പീഡ് പയ്യെ കൂടി പോകും കേട്ടോ. നോർമലി അത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടോണിൽ വന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് ഇനി അത് പെട്ടെന്ന് സ്പീഡ് കൂടുകയോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒന്ന് പറയാം, നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് HR ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കിയത്. ഒരു പ്രാവശ്യം ഒരു വായിക്കാം. അപ്പൊ നിങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എന്റെ ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിക്കുക. ഫസ്റ്റ് വൺ പറഞ്ഞത് ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ to attain its goals effectively and efficiently by providing competent and motivated employees. ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട്, ലക്ഷ്യങ്ങൾ നിറവേറാനായിട്ട് കോമ്പറ്റന്റും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ പറയുന്നത് ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി. ലഭ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത് ടു പ്രൊവൈഡ് ഓർഗനൈസേഷൻ വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ടു ഇൻക്രീസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ. ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ലൈഫ് ടൈം വർക്ക് ആയിട്ടുള്ള വർക്കിലെ ക്വാളിറ്റി എപ്പോഴും ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. അല്ലേ? അതായത് HR പോളിസികളെ എല്ലാ എംപ്ലോയീസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. To increase the fullest employees' job satisfaction and self-actualization. Complete ആയിട്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക, സെൽഫ് ആക്ച്വലൈസേഷനും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണ് ഒബ്ജക്റ്റീവ്സ്? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഒബ്ജക്റ്റീവ്സിൽ? ഓക്കെ ആണ്? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം വായിക്കുക. വായിക്കുമ്പോൾ ഓരോ പോയിന്റ് വായിച്ച് നിങ്ങൾ തന്നെ സ്വയം അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം. വായിച്ചതിന് ശേഷം ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കാം.
ഫസ്റ്റ് പോയിന്റും തേർഡ് പോയിന്റും ഫസ്റ്റ് പോയിന്റും തേർഡ് പോയിന്റും ഏകദേശം സിമിലർ ആണ് അല്ലെ. അതായത് കോമ്പറ്റന്റ് ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുക, ദെൻ ട്രെയിനഡും മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഏകദേശം കണ്ടോ, ഫോർത്ത് വണ്ണും സെവൻത്ത് വണ്ണും സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, വായിക്കുമ്പോ മനസ്സിലാവുമല്ലോ. പിന്നെ പോയിന്റ്സുകൾ കുറച്ച് എന്താ പറയാ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് മാത്രം കേട്ടോ. ഏകദേശം സിമിലാരിറ്റി ഉണ്ട്, ഏകദേശം ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു തോന്നുന്നു അല്ലെ, വായിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും ഒബ്ജക്റ്റീവ്സ് ഓഫ് HR? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഒബ്ജക്റ്റീവ്സ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം ഒബ്ജക്റ്റീവ്സ്. പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കാം, എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല, മനസ്സിലാക്കി പഠിക്കാം. ഇപ്പൊ തന്നെ നമ്മൾ 1-2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാകണം ഇല്ലേ? ഉണ്ടാകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HR ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് കേട്ടോ. ഫീച്ചേഴ്സ് ആവാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ നോക്കാം. HR റിക്രൂട്ട്സ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന ഏരിയയാണ്. ഫസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് HR റിക്രൂട്ട്സ്. HR റിക്രൂട്ട്സ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ് ഓർ ഹയർസ് people to fill up the vacant position of the organization. ഒരു ഓർഗനൈസേഷനിലെ നിങ്ങളൊരു സ്ഥാപനത്തിലെ ഒഴിവുള്ള വേക്കന്റ് ഉള്ള തസ്തികയിലോട്ട് എന്താണ് ആളുകളെ നിയമിക്കുന്നു അല്ലെ. ജോലി ഒഴിവുള്ള ഇപ്പോ നമ്മള് പരസ്യങ്ങളൊക്കെ കാണാറില്ലേ? നിങ്ങളിപ്പോ എന്താ പറയാ OLX-ലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വേക്കൻസികൾ ഒഴിവുള്ളതിനകത്തോട്ട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണും അല്ലേ. അപ്പൊ HR റിക്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ വേക്കന്റ് പൊസിഷനിലോട്ട് നമ്മൾ പീപ്പിളിനെ ഫില്ല് ചെയ്യുന്നു, വെറുക്കുന്നു അല്ലെ, ആളുകളെ നമ്മൾ നിയമിക്കുന്നു. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. HR റിക്രൂട്ട്സ്. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചറിയാലോ, ആളുകളെ നിയമിക്കുക എന്നുള്ളത് മീനിങ്. ഇത്രയുള്ളതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തത് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. HR takes various tests and interviews to select people. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ജോലിക്ക് പോവുകയാണ് അല്ലെ, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കും. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരു സ്ഥാപനത്തിലോട്ട് ബയോഡേറ്റ കാര്യങ്ങളായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും നോക്കാതെ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ എന്ന് പറയാറുണ്ടോ? ഏതെങ്കിലും കമ്പനി പറയോ അങ്ങനെ? നിങ്ങളുടെ ബയോഡേറ്റ നോക്കിയില്ല, ഒരു ടെസ്റ്റ് നടത്തിയില്ല, ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ എന്ന് പറയാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേരിയസ് ടെസ്റ്റ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാംസ് ഒക്കെ ടെസ്റ്റുകളൊക്കെ നടത്തും. ഇപ്പൊ ബാങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും ഇല്ലേ. ബാങ്ക് ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസും ഡയറക്ടർ സ്റ്റാഫിനൊക്കെയാണ് ബാങ്കിലോട്ട് വേക്കൻറ്റ്, അവിടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ ഇന്റർവ്യൂ അല്ലെ, ഇന്റർവ്യൂസ് നടത്തും. ശേഷമാണ് നമ്മൾ അതിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ വേക്കൻറ്റിലോട്ട് നിയമിക്കുന്നത്. സോ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ഇതൊക്കെ HR ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. HR വേരിയസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. ഏതൊരു ജോലിക്കാണെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടാവും, ഇന്റർവ്യൂ ഒക്കെ നമ്മൾ നടത്താറില്ലേ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഇന്റർവ്യൂ ടെസ്റ്റുകൾ ഉണ്ടാകും അല്ലെ. ഇന്റർവ്യൂ വേണം. ദെൻ ടെസ്റ്റിന് പകരം ചിലപ്പോൾ ഡെമോ ക്ലാസ് എടുപ്പിക്കും ഇല്ലേ. ഇതിനൊക്കെ ശേഷമാണ് ആ ഒരു ടീച്ചിങ് പോസ്റ്റിലോട്ട് ആ ഒരു ടീച്ചറെ നിയമിക്കുന്നത്. സോ ടെസ്റ്റസ് ആൻഡ് ഇന്റർവ്യൂസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ടോപ്പ് മാനേജ്മെന്റ് ടേമിൽ തന്നെ ഉണ്ടല്ലോ, കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ, മാനേജ്മെന്റ്. HR tries to communicate with top management in helping to formulate strategies to achieve organizational goals. അതായത് എന്താണ്? HR നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ തന്ത്രങ്ങൾ. ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ.
formulate strategies. Formulate strategies. Underline ചെയ്തതാ ട്ടോ. Important ആണ് ആ ഒരു point. അതായത് HRM rights to communicate. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് മാനേജ്മെന്റ്, ഇപ്പൊ ഒരു ഡയറക്ടർ ആവാം, ടോപ്പ് പൊസിഷനിലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ഗോൾസ് നിറവേറാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് ക്ലിയർ ആകില്ല. അതാണ് ഞാൻ 1-2 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത്. ക്ലിയർ ആണോ മൂന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും? ടോപ്പ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ, ഡയറക്ടറും ബോർഡ് ഓഫ് ഡയറക്ടർ ഒക്കെ ഉണ്ടല്ലോ, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് നിറവേറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ചെയ്തെല്ലാവരും? ഞാൻ പറഞ്ഞു പോകുന്നത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ, വിട്ടുപോകരുത്. ഓക്കെ, നാലാമത്തെ പോയിന്റിലോട്ട് പോകാലോ. നാലാമത്തെ നോക്കാം. അറേഞ്ച് ട്രെയിനിങ്സ്. HRM gives or arrange training program to improve the skills of the employees. എംപ്ലോയീസിന്റെ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 months ട്രെയിനിങ് പീരീഡ് ഒക്കെ തരും. ഇല്ല, തരില്ലേ? നമുക്ക് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ ഫസ്റ്റ് 3 മാസം ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിങ് പീരീഡിൽ തരുന്നത്. നമ്മുടെ സ്കിൽസിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്സുകളും മറ്റും തരുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. HRM evaluate the performance of employee, and on this evaluation employees get promoted. Okay, employees വർക്കിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു പെർഫോമൻസിന്. ദെൻ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയീസിന് പ്രൊമോഷൻ ഒക്കെ കിട്ടും അല്ലേ? നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. സോ അതിന് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ അർഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? പ്രൊമോഷൻസും മറ്റും കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ക്യാരക്ടറിസ്റ്റിക്സില് ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് നമ്മൾ നോക്കിയത്. HRM റിക്രൂട്ട്സ്, ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്, communicate with top management, arranges training, then evaluate the performance. 5 point okay ആണോ? ക്ലിയർ ആണോ? ക്യാരക്ടറിസ്റ്റിക്സില് 5 പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ക്ലിയർ ആവാത്തതുണ്ടോ നോക്കാം കേട്ടോ. കുഴപ്പമില്ല, എന്തൊക്കെ കുഴപ്പമില്ലാത്തത്? ക്ലിയർ അല്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 5 പോയിന്റ് ഒന്ന് വായിക്കാം. ഇതിനത് ക്ലിയർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത പോയിന്റിലേക്ക് പോകാം. കംപ്ലീറ്റ് ചെയ്യാണോ? വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. വായിക്കുമ്പോ മനസ്സിരുത്തി പോയിന്റ്സുകൾ വായിക്കണേ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കല്ല, മനസ്സിലാക്കി വായിക്കണം നിങ്ങൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് 5 പോയിന്റ് ആണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ, 6ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. 6ാമത്തെ പോയിന്റ്, എക്സിറ്റ് ഇന്റർവ്യൂ. HRM takes exit interview when an employee quits his job. അല്ലേ? അതായത്
എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എക്സിറ്റ് ഇന്റർവ്യൂ ആരെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടോ? ആരുമില്ല. ആദ്യമായിട്ട് കളിക്കണോ എക്സിറ്റ് ഇന്റർവ്യൂ? യെസ്, നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിന്ന് നമ്മളോട് വർക്ക് ചെയ്തിട്ട് നമ്മൾ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് പോവുകയാണെന്ന് വിചാരിക്കുക. ക്വിറ്റ് ചെയ്യുമ്പോൾ ആ ടൈമിലാണ് എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തിനായിരിക്കും എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്? എന്തിനായിരിക്കും? നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുമ്പോഴാണ് എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുന്നത്. എക്സിറ്റ് ഇന്റർവ്യൂയുടെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ആ ഒരു എംപ്ലോയി അവിടെ വിട്ട് പോയത്? അതിന്റെ റീസൺ അല്ലെ? മെയിൻ ആയിട്ട് അതിന്റെ റീസൺ അറിയണം അല്ലേ? അതായത് എന്തിനു വേണ്ടി? ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾ ക്വിറ്റ് ചെയ്തത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സിറ്റ് ഇന്റർവ്യൂവിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പുതിയൊരു അറിവാണോ എക്സിറ്റ് ഇന്റർവ്യൂ? പുതിയൊരു അറിവല്ലേ? യെസ്. പിന്നെ മറന്നു പോകരുത് കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കണേ. നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞൊക്കെ കൊടുക്കാലോ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എംപ്ലോയി ക്വിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്നതാണ്. മെയിൻ ആയിട്ട് അതിന്റെ റീസൺ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇനി 7th പോയിന്റ്, കളക്ട് വേരിയസ് സജഷൻസ്. HR tries to collect various suggestions from the employees. എംപ്ലോയീസിൽ നിന്നും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. HR അല്ല. ഓക്കെ, അവരുടെ കൂടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുന്നു. മീറ്റിംഗ്സുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. ഇനി 8th one പറയുന്നത്, help the organization top management to implement various techniques. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോപ്പ് മാനേജ്മെന്റിന്റെ കാര്യം. നോക്കാം. HR helps organizational top management. ഓർഗനൈസേഷന്റെ ടോപ്പ് മാനേജ്മെന്റിനെ HR ഹെൽപ്പ് ചെയ്യുന്നു. in implementing various techniques to help the organization to go ahead. അതായത് നമ്മള് പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, arrange various workshops. HRM can arrange various workshops to increase the knowledge of employees. എംപ്ലോയീസിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകൾ, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ എക്സ്പേർട്ടിനെ വെച്ചിട്ട് ചെറിയൊരു ക്ലാസ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിനു വേണ്ടി ഇൻക്രീസ് ദ നോളജ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും വർക്ക്ഷോപ്പുകളും മറ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. Then arrange meetings. HRM arrange various meetings and seminars to discuss problems that the employee face in the organization. അവിടെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻസിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വെക്കുന്നു? സെമിനാറും മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തു. ചിലപ്പോൾ മാസത്തിലോ ഒരു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു കൂട്ടും അല്ലെ, അല്ലെങ്കിൽ സെമിനാർ പോലെയൊക്കെ അറേഞ്ച് ചെയ്യും. Take various precautions. HRM take various precautions to prevent negligent hiring. എന്ത് negligent hiring വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? negligent hiring, negligent വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? അതായത് അശ്രദ്ധമായിട്ടുള്ള, അതായത് ശരിയായ രീതിയിലല്ലാത്ത നിയമനങ്ങൾ അല്ലെ. ഇപ്പൊ ഒരു കമ്പനികളിലും ഇപ്പൊ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഇപ്പൊ PSCയിലും മറ്റുള്ള എന്താണ് ശരിയായ രീതിയിലല്ലാത്ത നിയമനങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ലേ? ന്യൂസിൽ വായിക്കാറുണ്ടോ? നിയമനം അതായത് കറക്റ്റ് അല്ലാത്ത രീതിയിൽ അല്ലെ. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ കീഴിലാണെങ്കിലും മറ്റിപ്പോ റാങ്ക് ലിസ്റ്റിലില്ലാത്തവര്, റാങ്ക് ലിസ്റ്റിലുള്ളവരെ എന്താ പറയാ, ലിസ്റ്റിലുള്ളവർ അങ്ങനെ തന്നെ കിടക്കുക, അവർക്ക് ലിസ്റ്റിലൊന്നും കയറാതെ വരിക, അല്ലെങ്കിൽ അവർക്ക് ജോബ് കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ. അപ്പോ ഇവിടെ പറയുന്നത് HRM പ്രിവെന്റ് ചെയ്യാണ് നെഗ്ലിജന്റ് ഹയറിങ്ങിന്. നെഗ്ലിജന്റ് ഹയറിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്രദ്ധമായ നിയമനം, ശരിയായ രീതിയിലല്ലാത്ത നിയമനങ്ങള്. എഴുതി വെച്ചോളൂ കേട്ടോ, അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോളൂ മീനിങ്. നമ്മൾ പുതിയ പുതിയ ടേംസുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കണേ, മലയാളത്തിന്റെ മേളിൽ എഴുതി വെച്ചോളൂ. കാരണം നാളെ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാണ്ടിരിക്കണ്ട. നെഗ്ലിജന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങൾ. സോ അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് എടുക്കാന്ന്.
എങ്ങനെയാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത്? അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങൾ നടക്കാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് അപ്പൊ ചെയ്യാൻ പറ്റുന്നത്? എക്സാമ്പിൾ ഏതെങ്കിലും പറയാമോ? എക്സാമ്പിൾ പറയാമോ? ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, വേറെ എന്തൊക്കെ ചെയ്യാം? ടെസ്റ്റുകളൊക്കെ നടത്തുക, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രമേ എംപ്ലോയീസിനെ നിയമിക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളൊക്കെ പോസ്റ്റിലൊക്കെ കയറും നിയമനത്തിലൊക്കെ അല്ലേ. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസുകൾ എടുക്കുക. ക്വാളിഫിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, ഇന്റർവ്യൂ ഒക്കെ നടത്താം, ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്താം. ഇതിൽ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് വേണം അവരെ നിയമിക്കുക. Then gives job specification of employee. HRM gives job specification of every employee and requirements that an employee needs to do it. അതായത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ജോലിയെ കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു എംപ്ലോയിനെ നമ്മൾ എടുത്തു, ഇന്റർവ്യൂയിലൂടെ നമ്മൾ നിയമിച്ചു. നിയമിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഇന്നതാണ് നിങ്ങളുടെ പോസ്റ്റ്, ഇല്ല ഇന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം. റിക്വയർമെന്റ്സ് ദാറ്റ് ആൻ എംപ്ലോയി നീഡ്സ് ടു ഡു ഇറ്റ്. ആ ഒരു പൊസിഷനിൽ അവർ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോ നമ്മളൊരു ജോലിയിൽ കയറ്റി, അപ്പൊ നമ്മളോട് പറയും ഫസ്റ്റ് ഇതുപോലെ ട്രെയിനിങ്സ് ഒക്കെ തരും, 3 months അല്ലെങ്കിൽ 1 month ട്രെയിനിങ് തരും. ചിലപ്പോൾ കുറച്ച് ദിവസം നമുക്ക് അവിടെ ഉള്ള നമ്മുടെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളും ഫയലുകളോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും അല്ലേ. ഇതാണ് സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്, ജോലിയുടെ വിവരണങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത്. ഇനി ജോബ് എൻറിച്ച്മെന്റ്. HRM does various job enrichment, job rotation, job enlargement and motivates the employees. എന്താണ് പറയുന്നത്? ജോബ് എൻറിച്ച്മെന്റ്. എൻറിച്ച്മെന്റ് എന്താ പറയാ? എൻറിച്ച്മെന്റ് ജോലി സമ്പുഷ്ടമാക്കുക എന്നൊക്കെ പറയില്ലേ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എങ്ങനെയാണ്? മീൻസ് നമ്മള് സ്പെസിഫിക്കേഷൻ പോലെ തന്നെ ജോബിന്റെ രീതികൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ വർക്ക് ചെയ്താല് നമുക്ക് കൂടുതൽ എന്താ പറയാ നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എൻറിച്ച്മെന്റ്, ജോലി വിപുലീകരണം. അതുപോലെ തന്നെ നമുക്ക് ജോബ് എൻലാർജ്മെന്റ്, മീൻസ് വികസിപ്പിക്കുക, അല്ലെങ്കിൽ ജോബ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. മോട്ടിവേറ്റ്സ് എംപ്ലോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാം, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത് നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. എൻറിച്ച്മെന്റ് പ്രോഗ്രാമൊക്കെ നമ്മൾ പറയില്ല, ഇതുപോലെ ട്രെയിനിങ്സ് മോട്ടിവേറ്റഡ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. ലാസ്റ്റ് വൺ പറയുന്നത് ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ഡെവലപ്പ്, അതായത് ലേബറും മാനേജ്മെന്റ് തമ്മിൽ നല്ലൊരു ഡെവലപ്പ് റിലേഷൻഷിപ്പ് കൊണ്ടുവരിക. HRM gives support to develop and maintain the cordial relationship between labor and management. ലേബറും മാനേജ്മെന്റും തമ്മിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണമെന്ന്. എന്താ കോർഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? കോർഡിയൽ മീൻസ് എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കുക. ഒരു കമ്പനിയില് ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കണം. പക്ഷെ വളരെ ഇന്റിമസി ഒന്നും ഉണ്ടാവില്ല അതില്ല, എങ്കിലും അത്യാവശ്യം നല്ലൊരു നമുക്ക് എന്തും തുറന്ന് പറയാനും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, കോർഡിയൽ. കോർഡിയൽ ഹൃദ്യമായിട്ടുള്ള കേട്ടോ മലയാളത്തില്, പ്രോപ്പർ മലയാളത്തിൽ പറയുന്നത് ഹൃദ്യമായ. ഓക്കെ, എഴുതി വെച്ചോളൂ കേട്ടോ, അറിയില്ലാത്തവരൊന്ന് എഴുതി വെക്കണേ. ഓക്കെ, ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ക്ലിയർ ആണോ? പോയിന്റ്സുകള് ഓക്കെ ആണോ? 6th വൺ തുടങ്ങിയല്ലേ നമ്മൾ വായിച്ചത്? ഓക്കെ, ക്ലിയർ ആണോ? 6th വൺ തുടങ്ങി നമ്മളിപ്പോ വായിച്ചത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. 6th പോയിന്റ് തുടങ്ങി ലാസ്റ്റ് വൺ വരെ ഒന്ന് വായിക്കാം. 5 വരെ നമ്മൾ വായിച്ചതാണ്, 6 തുടങ്ങി വായിക്കണം. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് വായിക്കണേ, ഫസ്റ്റ്ലി വായിച്ചോളൂ കേട്ടോ. 6 തുടങ്ങി 14. ഓക്കെ,
എക്സിറ്റ് ഇന്റർവ്യൂ അറിയാലോ, കിട്ടിയത് പോകുമ്പോൾ നടക്കുന്ന ഇന്റർവ്യൂ. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിച്ചു പോകാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാത്തവര് പെട്ടെന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഞാൻ ആ പോയിന്റ്സുകൾ മാത്രം ഒന്നുകൂടി വായിക്കാം കേട്ടോ. യെസ്, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്വിറ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന ഇന്റർവ്യൂ ആണ്. സോ അതിനർത്ഥം എന്താണ്? അതിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തത്, അതിന്റെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എല്ലാ കമ്പനികളും ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കളിക്കണമെന്ന് പറഞ്ഞല്ലോ. ചില കമ്പനികൾക്ക് എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും ക്വിറ്റ് ചെയ്യുമ്പോൾ. കാരണം പെട്ടെന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ക്വിറ്റ് ചെയ്തതെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ കമ്പനിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ, കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ടാണോ, എന്നിങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ജസ്റ്റ് ചെറിയൊരു ഇന്റർവ്യൂ നടത്തുന്നത്. എല്ലാ കമ്പനികളിലും ഉണ്ട്, എങ്കിലും എക്സിറ്റ് കൂടുതലും ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഫോമുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്യാറില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കമ്പനികളൊക്കെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലേ അങ്ങനെ കിട്ടിയത് കൊണ്ട് അവർ അന്വേഷിക്കാറൊന്നുമില്ല അല്ലേ. കുറച്ചുകൂടി ലീഡ് ചെയ്ത് പോകുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അതിന് അവർക്ക് എന്തെങ്കിലും പോരായ്മയാണോ, അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ ആയതുകൊണ്ടാണോ കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ഞാൻ ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. HR recruits, test and interviews, communicate with top management, arrange training, evaluate the performance, exit interview, collect various suggestions, help the organization's top management to implement various techniques, arrange various workshops, arrange meetings, take various precautions, gives job specification of employee, does job enrichment, develop the relationship between labor and management. 14 പോയിന്റ്സ് ആണുള്ളത് ക്യാരക്ടറിസ്റ്റിക്സിലെ. പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ പോയിന്റ്സ് എന്താണോ അതിൽ പരാമർശിച്ചിരിക്കുന്നത് അതൊന്ന് പഠിക്കാം.
അത് വളരെ സിമ്പിൾ ആക്കി മനസ്സിലാക്കി പഠിക്കാനുള്ളതുള്ളൂ അല്ലെ. ബൈപ്പാട്ടൊന്നും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഉള്ളിലുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇത്രയും വലിയ വലിയ പോയിന്റ്സ് ഒക്കെ ബൈപ്പാട്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? ആണോ? ചിലവർക്ക് ബൈപ്പാട്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന ആളുകളുണ്ട് കേട്ടോ. എങ്കിലും മാക്സിമം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. അപ്പോ ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം, ഫങ്ഷൻസ്. നമ്മള് മീനിങ് പഠിച്ചു, കൺസെപ്റ്റ്, മോഡൽസ് നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. HRMന്റെ ഫങ്ഷൻസ് നോക്കാം. We have already defined HRM. നമ്മൾ ഓൾറെഡി HRM എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. The definition of HRM is based on what managers do. The functions performed by managers are common to all organizations. അല്ലേ? അപ്പൊ HRMന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് വാട്ട് മാനേജേഴ്സ് ഡു. മാനേജർ ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി, ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ HRMനെ ഡിഫൈൻ ചെയ്യുന്നത്. The functions performed by managers are common to all organization. അല്ലേ? ഇപ്പോ അതായത് മാനേജർ നിർവഹിക്കുന്ന ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ഓരോ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നത്. Then for the convenience of study, the function performed by resource management can broadly be classified into two categories. Category wise എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ടോ? ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടോ? പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടോ? അങ്ങനെ ടെക്സ്റ്റില്ല ഉണ്ടോ? Classified into two categories. Two categories പേര് എഴുതിയിട്ടുണ്ടോ ടെക്സ്റ്റില്? ഉണ്ടോ? പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതേ. ഇവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി ചേർക്കാനുണ്ട് കേട്ടോ. ഞാൻ വായിക്കാം കേട്ടോ. ഞാൻ പറയുന്നത് എഴുതി വെക്കതേ. For convenience of study, the functions performed by the resource management can be broadly, അതായത് പഠന സൗകര്യത്തിന് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഈ റിസോഴ്സ് മാനേജ്മെന്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണെന്ന്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പേഴ്സണൽ മാനേജ്മെന്റ് എഴുതി വെക്കുക കേട്ടോ. കാറ്റഗറീസ് വൈസ് വരെയല്ലേ കിടക്കുന്നത് ടെക്സ്റ്റില്? അങ്ങനെയാണോ? ടു കാറ്റഗറീസ് വൈസ് വരെയാണോ എഴുതിയിരിക്കുന്നത്? യെസ്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നേരെ എഴുതി പോയിക്കോളൂ. പേഴ്സണൽ മാനേജ്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. സ്പെല്ലിംഗ് വേണോ? PERSONNEL പേഴ്സണൽ മാനേജ്മെന്റ്. ഒന്നാമത്തെ കാറ്റഗറിയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. സെക്കൻഡ് വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സെക്കൻഡ് കോമ ഇട്ടിട്ട് എഴുതിക്കോളൂ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് രണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. എഴുതി എല്ലാവരും? അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ച് വിട്ടുപോകും. ഓക്കെ, അതാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫങ്ഷൻ ഒക്കെ പഠിച്ചു. ഇനി അത് എന്താണെന്ന് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം പേരുകൾ മാത്രം ഒന്ന് നോക്കാം അല്ലെ. ഫങ്ഷൻസ് പേരുകൾ മാത്രം ഒന്ന് പഠിക്കാം. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടോ ടെക്സ്റ്റില്? മെയിൻറ്റെയിനിങ് ഉണ്ടോ? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മാനേജിംഗ്, റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്. ഇത്രയല്ലേ ഉള്ളത്? ഇത്രയാണോ ഫങ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മാനേജിംഗ്, റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്.
ഓക്കെ, പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒരു 5 പ്രാവശ്യം വായിക്കാം കേട്ടോ. ഫങ്ഷൻസിന്റെ പേര് മാത്രം. മീൻസ് പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ് 5 പ്രാവശ്യം വായിക്കണം. 5 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ് അത്. ബാക്കി എന്താണ് ഓരോന്നും നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു 5 ടൈംസ് പെട്ടെന്ന് വായിച്ചു നോക്കിയ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മാനേജിങ്, ദെൻ ഇവാലുവേറ്റിംഗ്. പെട്ടെന്ന് 5 പ്രാവശ്യം വായിച്ചു നോക്കുക. ഓക്കെ, മെയിൻറ്റെയിനിങ് ഉണ്ടോ? മോണിറ്ററിംഗ് ഉണ്ട്. ഓക്കെ, മെയിൻറ്റെയിനിങ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, മെയിൻറ്റെയിനിങ്ങിലെ പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് വേണ്ട. ഞാൻ വായിക്കുമ്പോൾ അത് പറയാം. ഓക്കെ, വായിക്കുമ്പോൾ അത് പറയാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി പോകും. നമുക്കത് വായിച്ചു പോകുമ്പോ അതിൽ പറഞ്ഞു തരാം കേട്ടോ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് പഠിച്ചോ? ക്വസ്റ്റ്യൻ ചോദിക്കണോ? പഠിച്ചോ ഫങ്ഷൻസ്? ഓക്കെ, 5 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇപ്പൊ തന്നെ നമുക്കത് പഠിച്ചോളാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മാനേജിങ് റിലേഷൻഷിപ്പ്, ദെൻ ഇവാലുവേറ്റ്. ഓക്കെ, പഠിച്ചെന്ന് വിചാരിക്കുന്നത് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ആരെങ്കിലും പഠിക്കാത്തതുണ്ടെങ്കിൽ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമുക്കിനി ഓരോന്ന് നോക്കാം കേട്ടോ. പ്ലാനിങ് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. പ്ലാനിങ് നമ്മൾ പറഞ്ഞു, ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ HR-ന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ പ്ലാനിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്? എന്തൊക്കെയായിരിക്കും പ്ലാനിങ് എന്ന് പറയുമ്പോൾ? എന്തൊക്കെയാണ് പ്ലാനിങ്ങില്? ഇല്ല, നോക്കാം. Preparing forecast of future HR needs in the light of an organization's environment, mission and objectives, strategies and internal strengths and weakness, including its structure, culture, technology and leadership. ഇതെങ്കിലും മനസ്സിലായോ? ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സെന്റൻസ് ആയിട്ട് തോന്നിക്കാണോ, അല്ലെ? ആണോ? സംഭവം നിസ്സാരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, കുറച്ച് വളച്ചൊടിച്ചൊക്കെ അവർ പറഞ്ഞത് മാത്രം നോക്കാം. Preparing forecast of future HR needs in the light of an organization's environment. അതായത് ഒരു ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിന്റെ ദൗത്യം, അല്ലെ? മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, ഇന്റേണൽ സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇപ്പൊ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്, ബലം അറിയാലോ, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, പോരായ്മകൾ, അല്ലേ? അതുപോലെ തന്നെ ടെക്നോളജി, ലീഡർഷിപ്പ്, ഇതെല്ലാം ടെക്നോളജിയും ലീഡർഷിപ്പും എന്നിവയുടെ എല്ലാം വെളിച്ചത്തിൽ, അതാണ് ഈ ലൈറ്റ് ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയില്ലേ അതിന്റെ വെളിച്ചത്തിൽ, ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് പറയാവുന്ന ഒരു ടേം അല്ലേ? ലൈറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇതെല്ലാം അതായത് എൻവയോൺമെന്റിന്റെയും മിഷന്റെയും ഒബ്ജക്റ്റീവ്സും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സ്ട്രാറ്റജീസും ഇതിന്റെ എല്ലാം വെളിച്ചത്തില്ല. പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ. എന്താ ഫോർകാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഫ്യൂച്ചർ ഫോർകാസ്റ്റ്, ഭാവിയിലേക്കുള്ള പ്രവചനങ്ങൾ എന്ന് പറയും, അല്ലെ? അതായത് നമ്മള് മുൻകൂട്ടി കാണാനൊക്കെ പറയില്ലേ, ഭാവിയിലേക്ക് നമ്മൾ ഇന്നത് കരുതി വെക്കുക, അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ്, HR-ന്റെ ഫോർകാസ്റ്റ്, ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ തയ്യാറാക്കുകയാണ്. പ്ലാൻ ചെയ്യാൻ മുൻകൂട്ടി ഭാവിയിൽ ഓർഗനൈസേഷൻ ഇങ്ങനെ ഡെവലപ്പ് ആവണമെങ്കിൽ, സക്സസ് ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാവുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലൈറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, മിഷൻ, ഒബ്ജക്റ്റീവ്, അല്ലെ? ദൗത്യങ്ങള്, ലക്ഷ്യങ്ങള്, തന്ത്രങ്ങള്, അതുപോലെ തന്നെ ഇന്റേണൽ സ്ട്രെങ്ത്, കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, കമ്പനിയുടെ വീക്ക്നെസ് മീൻസ് എന്താണ് വീക്ക്നെസ്, അതുപോലെ തന്നെ കമ്പനിയുടെ സ്ട്രക്ചർ, ടെക്നോളജി, ലീഡർഷിപ്പ്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ളവയെ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്ത പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ക്ലിയർ ആയോ? പ്ലാനിങ് എന്ന് പോയിന്റ് എന്താണെന്ന് ക്ലിയർ ആയി അല്ലെ? ലൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഓർത്ത് എന്താണ് അവിടെ ലൈറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒരു എൻഡിങ് ഇല്ലാത്തൊരു സെന്റൻസ് അല്ലെ?
പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, മനസ്സിലാക്കി പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നമ്മളിത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഒന്ന് വായിച്ചു നോക്കിയോ, പ്ലാനിങ് എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? പ്ലാനിങ് ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം, ഒരു ടൈം ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാഫിംഗ് സെക്കൻഡ് പോയിന്റ് നോക്കാം. ഒബ്റ്റെയിനിങ് പീപ്പിൾ വിത്ത് അപ്രോപ്രിയേറ്റ് സ്കിൽസ്, എബിലിറ്റീസ്, നോളജ്. ഒന്നുകൂടി പറയണോ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ല? ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ. നോക്കാം, പ്ലാനിംഗ് എന്ന് പറയുന്നത് preparing forecast of future HR needs in the light of an organization's environment, mission and objective, strategies, internal and internal strength and weakness, including in structure, culture, technology and leadership. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വായിച്ചു നോക്കാം, മനസ്സിലായോ? അതായത് പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ്, അതായത് നമ്മള് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഭാവിയിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഭാവി പ്രവചനങ്ങള്, ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങളാ നമ്മൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രവചനം നമ്മൾ തയ്യാറാക്കിയാണ്, ഭാവി പ്ലാനുകൾ തയ്യാറാക്കുന്നു. എന്തിന്റെ എല്ലാം വെളിച്ചത്തില്? ലൈറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിന്റെ വെളിച്ചത്തിലും, മിഷൻ ദൗത്യത്തിന്റെ വെളിച്ചത്തിലും, ഒബ്ജക്റ്റീവ് ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിലും, സ്ട്രാറ്റജീസ് തന്ത്രങ്ങളുടെയും, ഇന്റേണൽ സ്ട്രാറ്റജീസ്, ഇന്റേണൽ സ്ട്രെങ്ത് കമ്പനിയുടെ സ്ട്രെങ്തിന്റെയും വീക്ക്നെസിന്റെയും, സ്ട്രക്ചർ കൾച്ചർ കമ്പനിയുടെ ഒരു സംസ്കാരം അതിന്റെ ഒരു സ്ട്രക്ചർ, ടെക്നോളജി, ലീഡർഷിപ്പ്, ഇതിന്റെ എല്ലാത്തിന്റെയും വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങൾ നമ്മൾ തയ്യാറെടുക്കുകയാണ്, നമ്മൾ പ്ലാൻ ചെയ്യണതാണ്. ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതിന്റെ എല്ലാം ബേസിസിൽ. ഇതാണ് ലൈറ്റ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ റംല? ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് കൺഫ്യൂഷൻ വരാം, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണോ പ്ലാനിങ്? ഓക്കെ, അപ്പോ ദെൻ നമ്മള് ഇന്നിപ്പോ ഫസ്റ്റ് പ്ലാനിങ്ങിന്റെ ആ ഒരു സെക്ഷൻ, ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷൻ മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഫംഗ്ഷൻസ് ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ദെൻ ഓക്കെ ആണോ എല്ലാവരും? എടുത്തത്രയും ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്സില്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ ആണോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ക്ലാസ് ബോറടിക്കോ അല്ലെങ്കിൽ എന്താ പറയാ സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ ആണോ? ഒന്നും സംസാരിക്കാനില്ല ആർക്കും? ഒന്നുമില്ല? ഓക്കെയാണ് മാം, പക്ഷെ നമുക്കിത് ചെയ്യാത്തൊരു ഫീൽഡ് ആയതിന്റെ പേരിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ടഫായിട്ട് തോന്നുന്നുണ്ട്. ക്ലിയർ ആയില്ല ശ്രീരാജ് പറഞ്ഞത്? അല്ല, ടഫായിട്ട് കുറച്ച് തോന്നിയിട്ടുണ്ട്.
ടഫ് ആണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ടോ? പഠിക്കാം. കൊമേഴ്സ് ബേസ്ഡ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ പഠിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരുന്നോ? ഇല്ല. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. അതിനകത്ത് 6th സെമ്മില് പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. ഡിഗ്രി ഏതായിരുന്നു അപ്പോ? ബികോം ആണോ? അല്ല BA ആണ്. BA സാൻസ്ക്രിറ്റ് ആണ്. ഇതുമായിട്ട് ബന്ധമില്ല. ഓക്കെ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മളൊരു 1-2 വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്ത് വിഷയം എടുത്താൽ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ആ ഒരു ഇതിലോട്ട് എത്തണം ആദ്യം അല്ലെ. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് കയറണമല്ലോ. പിന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇതിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് മോക്ക് ടെസ്റ്റ് ഡെയിലി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് 5 ക്വസ്റ്റ്യൻ അങ്ങോട്ട് പഠിച്ചു പോകാം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാം. അന്നൊന്ന് ദിവസം പഠിക്കുന്നത്, എനിക്കറിയാം വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ എന്തായാലും ഒരു കോഴ്സ് എടുത്തല്ലോ, അപ്പൊ അത് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. നല്ല രീതിയിൽ നമുക്കതിൽ സ്കോർ ചെയ്യാൻ പറ്റണം. ദെൻ നിങ്ങൾക്ക് അതിനൊരു ഫ്യൂച്ചർ ജോബും അല്ലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉറക്കം നിന്നൊക്കെ പഠിക്കേണ്ട വരും. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ഇപ്പൊ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ഞാൻ പറഞ്ഞു, എല്ലാവരും കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല അല്ലെ. നമ്മൾ എല്ലാവരും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠിച്ചവരായിരിക്കാം. ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെ എളുപ്പമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഒരുപാട് അങ്ങനെ തിയററ്റിക്കൽ ആയിട്ടുള്ള രീതിയിലോ, കാരണം എല്ലാവർക്കും അത് എത്രത്തോളം എല്ലാ ലെവലിലുള്ളവർക്കും മനസ്സിലാകണം അല്ലെ. അപ്പൊ കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടാകും. മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഏത് ടീച്ചേഴ്സിനോടാണെങ്കിലും എടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് വെച്ചിട്ട് പഠിക്കരുതും. കാരണം മോക്ക് ടെസ്റ്റിലായാലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ അത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടെൻഷനൊന്നും ആകേണ്ട ശ്രീരാജ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ടെൻഷനൊന്നും വിചാരിക്കണ്ട. ടഫാണെന്ന് നമ്മൾ വിചാരിച്ചാലേ നമുക്കത് ടഫായിട്ട് തോന്നുള്ളൂ അല്ലെ. എനിക്ക് പറ്റും, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് എടുക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കുക. ടഫൊന്നുമല്ല, നമുക്ക് വേറെ ഒരു ടെൻഷനൊന്നും ഇല്ല. അപ്പൊ കുഴപ്പമില്ല, പഠിക്കുക. നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തിക്കോളും. ഓക്കെ, 1-2 വീക്കൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ റെഡി ആകും. ടെസ്റ്റും എല്ലാ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകാം. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Miss.